നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് യാദൃശികമായി നിങ്ങൾ കാണുന്നതായ ഒരു അധ്യായമല്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില പ്രധാന ചോദ്യങ്ങളും നിങ്ങളെ അലട്ടുന്നതായ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കൂ. ഈ സമയം നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായ മാറ്റങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് 2 പെട്ടികളാണ്. ഈ 2 പെട്ടികളിൽ ഒരു പെട്ടി നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആ ചിന്തകൾ അതെല്ലാം മനസ്സിൽ ശാന്തമാക്കി, അതെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കി മനസ്സ് ശാന്തമായി തന്നെ നിങ്ങൾ ഈ തന്നിരിക്കുന്നതായ 2 പെട്ടികളിൽ നിന്നും ഒരു പെട്ടി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ നടക്കണം എന്നും ജീവിതം അനുകൂലമായി തീരണം എന്ന പ്രാർത്ഥനയോടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ആദ്യത്തെ പെട്ടിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ആത്മാർത്ഥതയുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരും ബന്ധങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ്. തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമയം നീക്കിവെക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ എത്ര തന്നെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്താലും മറ്റുള്ളവരിൽ നിന്നും അംഗീകാരങ്ങൾ പോലും ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് അർഹിച്ചതായ അംഗീകാരങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല എന്നത് വാസ്തവം തന്നെയാണ്. പല സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ സമയം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആവശ്യമുള്ളപ്പോൾ മാത്രം പലരും നിങ്ങളെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ മറ്റ് സമയങ്ങളിൽ അവർ നിങ്ങളെ വളരെയധികം വിഷമകരമായ കാര്യങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യം പോലുമുണ്ട്, അല്ലെങ്കിൽ അവഗണന പോലും നേരിടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അവർ നിങ്ങളോട് സഹായം അല്ലെങ്കിൽ നിങ്ങളോട് അടുപ്പം പുലർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത അവർക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ വളരെയധികം സന്തോഷമുള്ള വ്യക്തികളായി കാണുന്നു എങ്കിലും മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. ധനപരമായി നോക്കുകയാണ് എങ്കിലും വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. വളരെയധികം കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളെ പല കാര്യങ്ങൾ കൊണ്ടും വല്ലാതെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. മനസ്സിലെ ചിന്തകൾ പലപ്പോഴും വളരെ വലുത് തന്നെയാണ്. എന്നാൽ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമുണ്ട്. രാത്രിയിൽ പോലും നിങ്ങൾക്ക് ഉറക്കം കൃത്യമായി ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് നിങ്ങളെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. പലരെയും കണ്ണടച്ച് വിശ്വസിച്ചതിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ച് പോരുന്നു എന്നുള്ളതാണ്. ഈ സമയം വലിയ ചതികളും നിരാശകളും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. വളരെയധികം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി പുറത്തെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂല കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറുവാൻ പോവുകയാണ് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനപരമായി നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം സിദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും ഒരു പരിഹാരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി ധനഭാഗ്യം പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. ആ തെറ്റിദ്ധാരണ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം കൂടി കടന്നു വരാം. നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളിലും ഒരു വ്യക്തത കടന്നു വരാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കാം. അപ്രതീക്ഷിതമായ ശുഭവാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകൾക്കുമുള്ള പ്രതിഫലം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയപരമായി വളരെയധികം മാറ്റങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ആത്മീയപരമായ ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ അനുഭവപ്പെടുന്ന ആ ദോഷകരമായ ഫലങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങളാലോ ചില വ്യക്തികളാലോ ലഭിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയാൽ ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കായും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. അത് കൃത്യതയോടെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ. രണ്ടാമത്തെ പെട്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടങ്ങൾ വരുന്ന ഒരു വ്യക്തിയായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അത് നിങ്ങൾക്ക് വളരെ പ്രയാസകരമാണ്, അല്ലെങ്കിൽ ആ വിഷമതകൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുന്നവരല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാനുള്ള വഴികൾ തേടുന്നവരാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലും വേദനകൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായി അല്ലെങ്കിൽ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തികൾ പോലും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിരുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസിച്ചതുപോലെ ആയിരുന്നില്ല, ചിന്തിച്ചതുപോലെ ആയിരുന്നില്ല പല കാര്യങ്ങൾ എന്നതും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ പലരോടും അകലം പുലർത്തുകയോ പലരോടും സംസാരിക്കുവാൻ പോലും താല്പര്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെ
കടന്നു പോകുന്നു എന്നുള്ളതാണ്. അവഗണനകൾ വളരെയധികം നേരിടുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പലരെയും നിങ്ങൾ വിമർശിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പല കാര്യങ്ങളിലും ഒരു ചിരി, മൗനം, അത്തരം കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കുന്നത് എന്തിനേക്കാളും വലുത് മനസമാധാനമാണ് എന്ന് ചിന്തിച്ച് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. അത് നിങ്ങൾ തീർച്ചയായും തിരിച്ചറിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തിയുണ്ട് എന്ന് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പല വ്യക്തികളെയും മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ഉൾവിളി നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും മറ്റുള്ളവരെ വളരെയധികം വിശ്വസിച്ച് ചതിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ക്ഷീണം, ഉറക്കമില്ലായ്മ പോലുള്ള കാര്യങ്ങൾ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളെ വിഷമകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും അലട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളെക്കുറിച്ചും സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല വിഷമഘട്ടങ്ങൾക്കും ഒരു പരിഹാരം സംഭവിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് സമാധാനത്തിന്റെ ഒരു സമയമായി തന്നെ പരാമർശിക്കാം. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകളെല്ലാം തല്ലി തകർത്ത് നെഗറ്റീവായ എനർജി നൽകിയിരുന്ന വ്യക്തികളെ തീർച്ചയായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ അവരെ മനസ്സിലാക്കി അകറ്റി നിർത്തുവാനോ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു ആശ്വാസം, പോസിറ്റീവായ ഊർജം ലഭിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്താണ് ഉത്തരം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. കൃത്യമായി തന്നെ ഉത്തരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. അത്ഭുതകരമായ രീതിയിൽ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം, വിവാഹം, ഇത്തരം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ പോലും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയപരമായ ശക്തി വളരെയധികം വർദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം പല വിഷമതകളും നിങ്ങൾക്കുണ്ട്, പ്രയാസങ്ങളുമുണ്ട്, തിരിച്ചടികളുമുണ്ട്. എന്നാൽ ഇതെല്ലാം തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പക്വത നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇത് അത്ഭുതകരമായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും അതിവിദൂരമല്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ വരാനിരിക്കുന്നതായ നല്ല സമയത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ചെയ്യേണ്ടതായ കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ടെൻഷനുകളാൽ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് പോലും ഒരു മാറ്റം നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കൃത്യമായ പരിശോധന, ആത്മപരിശോധന നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ എന്താണോ തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ അത് കൂടുതൽ അനുകൂലമായി തീരും. അത് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും കൃത്യമായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും.
ആത്മാർത്ഥമായുള്ള പരിശ്രമങ്ങൾ വിജയം കാണാം എന്നുള്ളതാണ്. ഈ സമയം ഐശ്വര്യപൂർണമായ ചില കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. അതിനാൽ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ.